Hi friends, welcome to my channel. Today's topic of discussion is first some BA English Norman Conquest. Norman Conquest important ആണ്. Norman Conquest which was an epoch making event in British history. British history കൺസിഡർ ചെയ്താൽ അവിടെ എപ്പോക്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആയിട്ട് നമുക്ക് ഏതിനെ കൺസിഡർ ചെയ്യാം? നോർമൻ കോൺക്വസ്റ്റിനെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാൻഡ് മാർക്കാണ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ. ഓക്കെ, ആക്ച്വലി ഈ നോർമൻസ് എന്ന് പറയുന്നത് ദേ വെർ ജർമാനിക് പീപ്പിൾ ഓഫ് സ്കാൻഡിനേവിയ ആൻഡ് ഡെൻമാർക്ക്. സ്കാൻഡിനേവിയയിലെയും ഡെൻമാർക്കിലെയും ജർമാനിക് പീപ്പിൾ ആ നോർമൻസ്. ഓക്കെ, ദേ ടെററൈസ് ദ ഓൾ ഓഫ് യൂറോപ്പ്. യൂറോപ്പിനെ തന്നെ ടെററൈസ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്സ് ഓഫ് പീപ്പിളാണ് നോർമൻസ് എന്ന് പറയുന്നത്, ജർമാനിക് പീപ്പിൾ. ഓക്കെ, early in the 10th century, the French king Charles the Simple was forced to make peace with the Normans and he allowed them to settle in the north of France. അപ്പോൾ ചാൾസ് ദ സിമ്പിൾ, ഫ്രാൻസിലെ ചാൾസ് ദ സിമ്പിൾ ഈ ജർമാനിക് പീപ്പിളിനെ നോർത്ത് ഓഫ് ഫ്രാൻസിൽ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നു. കാരണം ചാൾസ് ദി സിമ്പിൾ എന്ന കിങ് ചാൾസിൻ്റെ ടൈറ്റിൽ തന്നെയുണ്ട് ചാൾസ് ദി സിമ്പിൾ. ഹി വാസ് എ വെരി പീസ് മേക്കിംഗ് കിങ്. ഓക്കെ, സോ ചാൾസ് ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോർമൻസ് വരുന്ന ടൈമിൽ ചാൾസ് ദ സിമ്പിൾ നോർമൻസിനെ ഒരു കോംപ്രമൈസിൽ എത്തിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നോർത്ത് ഓഫ് ഫ്രാൻസിൽ അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് ടെറിട്ടറി കെയിം ടു ബി നോൺ as നോർമൻഡി ആൻഡ് ദ പീപ്പിൾ ഓഫ് ദിസ് നോർമൻഡി വെയർ നോൺ as നോർമൻസ്. അങ്ങനെയാണ് ഈ നോർമൻസ് ആയിട്ട് മാറുന്ന ജർമാനിക് പീപ്പിൾ. ഓക്കെ, ആൻഡ് ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി വെയർ മോർ പവർഫുൾ ദാൻ ദ ഫ്രഞ്ച് കിങ്സ്. ഫ്രഞ്ച് കിങ്സിനെക്കാളും പവർഫുൾ ആയിരുന്നു ആരാ? ഡ്യൂക്ക് ഓഫ് നോർമാൻഡി. നമുക്കറിയാം ദ ടെററൈസ് ദ ഓൾ ഓഫ് യൂറോപ്പ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂറോപ്പിനെ തന്നെ ടെററൈസ് ചെയ്യുന്ന പീപ്പിളാണ് നോർമൻസ്. ഓക്കെ, ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി വെയർ മോർ പവർഫുൾ ദാൻ ദി ഫ്രഞ്ച് കിങ്സ്. ദേ അഡോപ്റ്റഡ് ദ ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് ഫ്രഞ്ച് കസ്റ്റംസ്. അല്ലേ, അവരെന്ത് ചെയ്യുക? ഫ്രഞ്ച് ലാംഗ്വേജും ഫ്രഞ്ച് കസ്റ്റംസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നു. പ്യുവർലി അവർ ഫ്രഞ്ച് പീപ്പിളായിട്ട് അങ്ങ് മാറുകയാണ്. ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ 1066. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയറാണ് നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് വാസ് ആൻ എപ്പോക്ക് മേക്കിംഗ് ഇവൻറ്റ് ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി ആൻഡ് ദിസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1066 Norman conquest which took place in 1066. England was ruled by King Edward. ആ ടൈമിൽ ഇംഗ്ലണ്ട് റൂൾ ചെയ്തിരുന്നത് കിങ് എഡ്വേർഡ് ആയിരുന്നു. ഹി വാസ് നോൺ as എഡ്വേർഡ് ദി കൺഫസർ. ഹി ഹാഡ് നോ സൺ ടു ഓക്കുപ്പൈ ദി ത്രോൺ ഓഫ് ഇംഗ്ലണ്ട്. അല്ലേ, ആ ടൈമിൽ സൺ തന്നെ ഉണ്ടാവണം ഇംഗ്ലണ്ടിൻ്റെ അടുത്ത, അല്ലെങ്കിൽ ഇംഗ്ലണ്ടില്ല അടുത്ത എയറായിട്ട് അനന്തരാവകാശിയായിട്ട് ആരെന്നെ വരണം? സൺ തന്നെ വരണം. പക്ഷേ നമ്മുടെ ഈ ഒരു എഡ്വേർഡിന് സണ്ണില്ല. വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി, അല്ലേ, നോർമാൻഡിയിലെ ഡ്യൂക്ക് വില്യം വിസിറ്റഡ് ഹിസ് കസിൻ എഡ്വേർഡ്. എഡ്വേർഡ് വില്യമിൻ്റെ കസിന്. അപ്പോൾ എഡ്വേർഡിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് വില്യമിന് തന്നെ ഒരു ഹോപ്പ് ഉണ്ട്. ഹി ഹാഡ് എ ഹോപ്പ് ടു ബിക്കം ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ്. എഡ്വേർഡിൻ്റെ ഡെത്തിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് മാറാം എന്നുള്ളൊരു ഹോപ്പ് ആർക്കും ഉണ്ട്? വില്യമിനും ഉണ്ട്. ആൻഡ് എഡ്വേർഡ് പ്രോമിസ്ഡ് ടു മേക്ക് ഹിം as ഹിസ് എയർ. അല്ലെ, എഡ്വേർഡ് വില്യമിനൊരു പ്രോമിസും കൊടുത്തു, അടുത്ത എയറായിട്ട്, അടുത്ത ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് ആരെ മാറ്റാം? നമ്മുടെ വില്യമിനെ ആക്കാമെന്ന് എഡ്വേർഡും ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഹവവർ ഓൺ ഹിസ് ഡെത്ത് ബെഡ് എഡ്വേർഡ് ഗ്രാൻഡഡ് ദ കിങ്ഡം ടു ഹാരോൾഡ്. ഓക്കെ, അപ്പോൾ ഡെത്ത് ബെഡിൽ വെച്ച് എഡ്വേർഡ് ഹാരോൾഡിന് എന്ത് കൊടുക്കുക? ആ ഒരു പ്രോമിസ് കൊടുക്കുക. ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കിങ് എന്നുള്ള ആ ഒരു പ്രോമിസ് ആർക്ക് കൊടുക്കുക? ഹാരോൾഡിന് കൊടുക്കുക. ഹാരോൾഡ് ദ ഹെഡ് ഓഫ് പവർഫുൾ ഇംഗ്ലീഷ് നോബൽ ഫാമിലി. ഇംഗ്ലണ്ടിലെ നോബൽ ഫാമിലിയുടെ ഒരു ഹെഡാണ് ആരാ? ഹാരോൾഡ്. അപ്പോൾ ഹാരോൾഡ് നെക്സ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ കിങ്ങാക്കി മാറ്റാമെന്ന് എഡ്വേർഡ് ഡെത്ത് ബെഡിൽ വെച്ച് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇൻ ജാനുവരി 1066 കിങ് എഡ്വേർഡ് ഡൈഡ്. അല്ലേ, ജാനുവരിയിൽ കിങ് എഡ്വേർഡ് മരിക്കുന്നു. ആൻഡ് ഹാരോൾഡ് വാസ് പ്രൊക്ലൈംഡ്
കിങ് ഹാരോൾഡ്. ഹാരോൾഡിനെ എന്തായിട്ട് പ്രൊക്ലൈം ചെയ്തു? കിങ് ഹാരോൾഡായിട്ട് പ്രൊക്ലൈം ചെയ്തു. കിങ് ഹാരോൾഡ് സെക്കൻഡ് എന്നുള്ള ടൈറ്റിലേക്ക് മാറി. ഇംഗ്ലണ്ടിൻ്റെ കിങ് എന്നുള്ള ആ ഒരു ടൈറ്റിലേക്ക് മാറി. ബട്ട് വില്യം ക്ലെയിംഡ് ദ ത്രോൺ ഓഫ് ഇംഗ്ലണ്ട് അല്ലേ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് എഡ്വേർഡ് ഹാഡ് റെക്കഗ്നൈസ്ഡ് ഹിം ആസ് ദ എയർ ഓഫ് ദ ബ്രിട്ടീഷ് ത്രോൺ. അപ്പോൾ വില്യം ഓബിയസ്ലി നമുക്കറിയാം ഹാരോൾഡ് ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് മാറുന്നു. ആഫ്റ്റർ ദാറ്റ് വില്യം എന്ത് ചെയ്യുന്നു? ക്ലെയിം ചെയ്യുകയാണ്. എഡ്വേർഡ് ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കിങ് ആക്കി മാറ്റാം എന്നുള്ള കാര്യം വില്യം വില്യം ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, ബട്ട് ഇംഗ്ലീഷ് നാഷണൽ അസംബ്ലി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് സോ ഹിസ് ഡിമാൻഡ് വാസ് നോട്ട് കൺസിഡേർഡ് അല്ലേ. വെൻ ഹിസ് ഡിമാൻഡ് വാസ് നോട്ട് കൺസിഡേർഡ് ഹി ഡിസൈഡഡ് ടു ഇൻവൈഡ് ഇംഗ്ലണ്ട് അല്ലേ. വില്യമിൻ്റെ ഡിമാൻഡ് കൺസിഡർ ചെയ്യുന്നില്ല ആരും. സോ വില്യം ഇംഗ്ലണ്ടിനെ തന്നെ കോൺകർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ദ ഇൻഫ്യൂരിയേറ്റഡ് വില്യം ലാൻഡഡ് ഹിസ് ആർമി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് in 1066 Harold could not get the all-hearted support of the nobles അല്ലേ. വില്യം 1066 വില്യമിൻ്റെ ആർമി ഇംഗ്ലണ്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ഹാരോൾഡ് ആണല്ലോ കിങ് ഹാരോൾഡ് സെക്കൻഡ് എന്നുള്ള ടൈറ്റിൽ ഇംഗ്ലണ്ടിനെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ വില്യമിൻ്റെ ആർമി ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഹാരോൾഡിന് അവിടെയുള്ള നോബിൾസിൻ്റെ സപ്പോർട്ട് പോലും കിട്ടിയില്ല. ആൻഡ് ഇംഗ്ലണ്ട് വാസ് എ ഹൗസ് ഡിറക്റ്റഡ് അഗൈൻസ്റ്റ് ഇറ്റ്സെൽഫ് and hence was defeated in the Battle of Hastings in 1066. അപ്പോൾ 1066 നടന്ന ഈ ബാറ്റിലിൽ വില്യം ഹാരോൾഡിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ആൻഡ് വില്യം ദ കോൺകറർ ബിക്കെയിം ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ വില്യം ദി കോൺകറർ ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് മാറുന്നു. ഈ ഒരു ഇവൻ്റാണ് നോർമൻ കോൺക്വസ്റ്റ്. ഓക്കെ, 1066 വില്യം ഹാരോൾഡിനെ ഡിഫീറ്റ് ചെയ്യുന്നു ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സിൽ. ആ ഒരു ഈവൻ്റാണ് എന്തായിട്ട് മാറുന്നത് ഇൻ ഹിസ്റ്ററി. അത് നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ള ടൈറ്റിലിലേക്ക് മാറുന്നത്. നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066. ഓക്കെ, നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഈസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ. ബ്രിട്ടീഷ് പീപ്പിളിൻ്റെ ഹിസ്റ്ററി കൺസിഡർ ചെയ്താൽ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാൻഡ്മാർക്കായിരുന്നു. കാരണം നോർമൻ കിങ്സിനെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിരുന്നു. അവരുടെ ആ ഒരു പവർ ഓഫ് അഡ്മിനിസ്ട്രേഷനിലാവട്ടെ ഓർഗനൈസേഷനിലാവട്ടെ നോർമൻ കിങ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേ വെർ മോസ്റ്റ് ഫേമസ് അറ്റ് ദാറ്റ് ടൈം ഫോർ ദെയർ പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. ആൻഡ് ദേ ഇവോക്ഡ് ഓർഡർ ഔട്ട് ഓഫ് കയോസ് അല്ലേ. ഓർഡർലെസ് ആയ ഇംഗ്ലണ്ടിൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ നോർമൻ കോൺക്വസ്റ്റിന് കഴിഞ്ഞു. ദേ മെയ്ഡ് ദെയർ ഇൻഫ്ലുവൻസ് ഫെൽറ്റ് എവരിവെയർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ അവരുടെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നു. ആൻഡ് ഇന്ന് ഇംഗ്ലീഷ്മെൻ എൻജോയ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസും റെപ്രസെൻറ്റേറ്റീവ് അസംബ്ലീസും ജൂറീസും ഒക്കെ ആരുടെ കോൺട്രിബ്യൂഷനാണ്? നോർമൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതുപോലെ പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഓർ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു നോർമൻസ്. ഇംഗ്ലണ്ട് after Norman conquest, England became a feudal state like other European countries in the Middle Ages. മിഡിൽ ഏജസിലെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ പോലെ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലണ്ടും ഒരു ഫ്യൂഡൽ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഇൻ ദി ഫ്യൂഡൽ സിസ്റ്റം കിങ് ഈസ് ദ അപ്പെക്സ് അല്ലേ. ആൻഡ് ഓൾ ദ ലാൻഡ് വാസ് ഓൺഡ് ബൈ ഹിം. കിങ് ആണ് ആ ഒരു ഫ്യൂഡൽ സിസ്റ്റം ബേസ് ചെയ്ത്. കിങ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ്. എല്ലാ ലാൻഡ് മാർക്കുള്ളതാണ്, കിങ്ങിനുള്ളതാണ്. ഓക്കെ, ആഫ്റ്റർ ദി കിങ് ദ ടെനൻസ് ഇൻ ചീഫ് അല്ലേ. ആ ടെനൻസ് ഇൻ ചീഫിന് ശേഷം ആഫ്റ്റർ ദാറ്റ് സബ് ടെനൻസാണ് വരുന്നത്. സബ് ടെനൻസിന് ശേഷം വരുന്നതാണ് സെർഫ്സ് എന്ന് പറയാം, പെസൻസ് എന്ന് പറയാം. ഓക്കെ, ഈ പെസൻസ് ഓർ സെർഫ്സ് they form the base in the feudal system. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റത്തിലെ ഫസ്റ്റ് കിങ്, ആഫ്റ്റർ ദാറ്റ് ടെനൻസ് ഇൻ ചീഫ്, അതിനുശേഷം സബ് ടെനൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പെസൻസ് ഓർ സെർഫ് എന്നാണ് വരുന്നത്. ആൻഡ് ദി പെസൻസ് ദേ ആർ ബൗണ്ട് ടു ദ സോയിൽ അല്ലേ. സോയിലിനോട് ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്നവരെ എന്ന് പറയുക ഈ പെസൻസ് എന്നുള്ള ടൈറ്റിലേക്ക് മാറ്റിയിരിക്കുക, സെർഫ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഈ കോൺഗേർഡ് ആയിട്ടുള്ള സാക്സൻസ് എന്തായിട്ട് മാറുന്നു? കോൺഗേർഡ് സാക്സൻസ് സെർഫ്ഡമിലേക്ക് പോകുന്നു. അതായത് ഇംഗ്ലീഷ് പീപ്പിൾ മിയർ സ്ലേവ്സിനെ പോലെ ആയിട്ട് മാറുന്നു. നോർമൻസിന് ഹൈ പൊസിഷൻ വരുന്നു.
ചർച്ചിലാവട്ടെ, ഗവൺമെൻറ്റിലാവട്ടെ, അഡ്മിനിസ്ട്രേഷനിലാവട്ടെ, എല്ലാ ഹൈ പോസ്റ്റ് ആർക്ക് തന്നെയാണ്? നോർമൻസിനാണ്. ആൻഡ് ദേ ട്രീറ്റഡ് ദ സാക്സൺസ് വിത്ത് കണ്ടംപ്റ്റ്. വെരി കണ്ടംപ്റ്റോടുകൂടി ആരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി? സാക്സൺസിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി അനദർ ഔട്ട്കം ഓഫ് ദി നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മേക്ക് ചെയ്തു എന്നുള്ളതാണ് നോർമൻ കോൺക്വസ്റ്റിൻ്റെ അനദർ ഔട്ട്കം. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷൊക്കെ നോക്കിയാലും നമുക്കറിയാം, അതിൽ ക്ലംസി ആയിട്ടുള്ള ഇൻഫ്ലക്ഷൻസും അബ്യൂസീവായിട്ടുള്ള ജെൻഡർ സിസ്റ്റവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലേക്ക് മാറുന്നു. ആൻഡ് ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ്, നോർമൻസ് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു, നോർത്ത് ഓഫ് ഫ്രാൻസിലുള്ളവരെ നോർമൻസ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഏതായിരുന്നു? ഫ്രഞ്ച്. അപ്പോൾ ആഫ്റ്റർ നോർമൻ കോൺക്വസ്റ്റ് ഇംഗ്ലണ്ടിലെ ഏത് ലാംഗ്വേജ് ആ സുപ്രീം പൊസിഷനിൽ വരുന്നത്? ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് അഡ്മിനിസ്ട്രേഷൻ്റെ ലാംഗ്വേജ് ആയിട്ട് മാറുന്നു, കോർട്ടിൻ്റെ ലാംഗ്വേജും അപ്പർ ക്ലാസിൻ്റെ ലാംഗ്വേജ് ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ലാറ്റിൻ എന്ന് പറയുന്നത് ആ ഒരു സുപ്രീം ലാംഗ്വേജ് ആണ്, ചർച്ചിൻ്റെ പർപ്പസസിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല ക്ലാസിക്കൽ വർക്സുകൾ എഴുതിയിരിക്കുന്നതും ഏതിലാണ്? ലാറ്റിൻ ലാംഗ്വേജിലാണ്. പിന്നെ യൂണിവേഴ്സിറ്റീസ് സ്കോളേഴ്സിൻ്റെ ലാംഗ്വേജും ഒക്കെ ഏതാണ്? ലാറ്റിനാണ്. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് റിമൈൻഡ് ആസ് എ മിയർ സ്പോക്കൺ ലാംഗ്വേജ്. ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അവസാനം എന്തായിട്ട് മാറി? ഈ ഫ്രഞ്ചും മറ്റേ ഓൾഡ് ഇംഗ്ലീഷ് അല്ലേ, ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഓക്കെ. ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇറ്റ്സ് വെരി സിമ്പിൾ ടു യൂസ്. സോ ഇംഗ്ലീഷ്മാൻ എന്ത് ചെയ്യുന്നു? ആ ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജിന് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സിന് പകരം എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ആൻഡ് അത് നോർമൻ കോൺക്വസ്റ്റിൻ്റെ ആ ഒരു ലാംഗ്വേജിലുള്ള ഇൻഫ്ലുവൻസാണ്. അതുപോലെ ദ കോമൺലി യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് അല്ലെ, നമ്മളിന്ന് കോമണായിട്ട് യൂസ് ചെയ്യുന്ന പല ഇംഗ്ലീഷ് വേർഡ്സും ആർ ഓഫ് ഫ്രഞ്ച് ഒറിജിനാണ് അല്ലേ, ഫ്രഞ്ച് ഒറിജിനാണ്. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന വേർഡ് തന്നെ ഫ്രഞ്ച് ഒറിജിനാണ് അല്ലേ. ജഡ്ജ്, പാർലമെൻറ്റ്, ജസ്റ്റിസ്, ചെയർ, സ്പോസ് അല്ലെ, ഫീസ്റ്റ്, സപ്പർ, ഡിന്നർ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഫ്രഞ്ച് ഒറിജിനാണ്. അപ്പോൾ ഇതാണ് നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് സെം ബി എ ഇംഗ്ലീഷിൻ്റെ എക്സാം ഇനിയിപ്പോൾ വരില്ലേ, 30th അപ്പോൾ 30th എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസാണ് വരുന്നത്. നോർമൻ കോൺക്വസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്ന് പ്രീവിയസ് അത് എസ്സേ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാം. സോ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക നോർമൻ കോൺക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ